കെയർ എന്ന് പറഞ്ഞ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ? ഫോൺ ചെക്ക് ചെയ്യുന്നു, ഫ്രണ്ട്സിനെ കട്ട് ചെയ്യാൻ പറയുന്നു, അങ്ങനെ ഒരു ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് ശരിക്കും ലവ് അല്ല, ഇത് ടോക്സിക് ആണ്. ഡ്രസ്സ്, ടൈം, പ്ലേസ് ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കെയർ അല്ല. ഇത് നിന്നെ കുറിച്ചുള്ള എൻ്റെ കെയർ ആണ്, എനിക്ക് നിന്നെ പറ്റിയിട്ട് പേടിയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതാണ് മാനിപ്പുലേഷൻ, അതായത് തെറ്റിദ്ധരിപ്പിക്കൽ. ഇത്തരത്തിലുള്ള കെയർ നിങ്ങളുടെ ഫ്രീഡത്തെ കൺട്രോൾ ചെയ്യുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് ആരിലെങ്കിലും സംശയം തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്രശ്നം നിങ്ങൾക്കല്ല, നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാണ്. ഏതു ബന്ധത്തിലാണെങ്കിലും ലവ്, സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ അതെപ്പോഴും പ്യുവർ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം. സേഫ് ആയിട്ടിരിക്കണം, സേഫായിട്ട് ഫീൽ ചെയ്യണം. ഒരിക്കലും സഫോക്കേറ്റഡ് ആവരുത്, ശ്വാസം മുട്ടി ആ ബന്ധത്തിൽ നിൽക്കേണ്ടി വരരുത്. അത്തരം ശ്വാസം മുട്ടലുകളാണ് പിന്നെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങളിലേക്കും വലിയ മാനസിക സമ്മർദ്ദത്തിലേക്കും ഒക്കെ നമ്മൾ എത്തുന്നത്. അത്തരം പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അത്തരത്തിലുള്ള ബന്ധങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക, സേഫായിട്ട് ഫ്രീ ആയിട്ട് സഞ്ചരിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സഫോക്കേഷൻസിലൂടെ ജീവിക്കുന്ന എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ലവേഴ്സിനും ഒക്കെ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.